ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ലിവോ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കോളിൽ രജിസ്റ്റർ ചെയ്യണം, കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം, പൊല്യൂഷൻ ടെസ്റ്റ്, അതേപോലെ തന്നെ ഓയിൽ മാറ്റാം, ഹെഡ് സൈഡ് ചെറിയൊരു ലീക്ക് ഉണ്ട് അത് റെഡിയാക്കണം, വാട്ടർ സർവീസ് ചെയ്യണം, സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ഉണ്ട് അത് മാറ്റണം, റിയർ കൗൾ സെറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് അത് മാറ്റാനുണ്ട്, അങ്ങനെ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് റീസെറ്റ് ചെയ്യാനുണ്ട്, എൻജിൻ സൗണ്ട്, ക്യാം ജെയിൻ്റെ സൗണ്ട് ഉണ്ട്, ടൈമിങ് ജെയിൻ്റെ സൗണ്ട് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് ക്ലിയർ ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാനത് ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമായി കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ലൈനർ പഴയ തന്നെ യൂസ് ചെയ്യാം, ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. ടയറിൻ്റെ കണ്ടീഷനും വീൽ ബെയറിങ് ഹബിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അത് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, നല്ല ഫിൽറ്ററാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ. കാരണം പരമാവധി കാർബറേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകൾ ഇല്ലെങ്കിൽ കാർബറേറ്റർ തൊടാതിരിക്കണം നല്ലത്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്, ഓവർഫ്ലോ എപ്പോൾ വേണമെങ്കിലും ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കാം. നമ്മൾ ക്ലീൻ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് പെട്ടെന്ന് വരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. പരമാവധി നോക്കാം, വലിയ താമസിച്ചാണ്ടൊക്കെ കാർബറേറ്റർ കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കോമൺ ആയിട്ട് വന്ന ഒരു കംപ്ലയിൻ്റാണ് ഇപ്പോൾ എത്തനോൾ ഉപയോഗിക്കുന്ന പെട്രോളുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബറേറ്ററിൻ്റെ ഉള്ളൊക്കെ ദ്രവിച്ചു കൊണ്ടൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിപ്പോൾ കോമൺ ആയിട്ട് ഒട്ടുമിക്ക വണ്ടികളിലും വരുന്നുണ്ട്, നമ്മുടെ വണ്ടിക്കും വരും. അത് ഇപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ നിന്നാൽ ചിലപ്പോൾ അത് നേരത്തെ ആവും. പരമാവധി ഉപയോഗിക്കുക, വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കണവരെ തൊടാതിരിക്കണമെന്ന് നല്ലത്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് നമ്മളൊരു ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്, അത് നമുക്ക് ടൈമിങ് ചെയിൻ്റെ സൗണ്ടാണ്. ഈ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഈ ചെയിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ അതിങ്ങനെ കിറ്റായിട്ടാണ് വരാം. അപ്പോൾ അതങ്ങനെ ഫുൾ സെറ്റ് നമുക്ക് കിറ്റ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആ സൗണ്ട് ക്ലിയർ ആയിക്കോളും. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ്, ഈ സൈഡ് ഗ്യാസ്കറ്റ് മാറണം, മുകളിലത്തെ ഈ സൈഡ് അല്ലെങ്കിൽ നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്, സൈഡ് ഓയിലേക്ക് കാര്യങ്ങളുണ്ടാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാം ചെയിനൊക്കെ കഴിക്കണമെങ്കിൽ എഞ്ചിൻ്റെ ഈ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ഇറക്കി ചെയ്യേണ്ട കേസാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. കോൺസെപ്റ്റ് ചെറിയ റെഡി കാണിക്കണം, നമുക്ക് തൽക്കാലം സെറ്റ് ചെയ്ത് വിടാം. പിന്നെ സ്പീഡോമീറ്റർ അസംബ്ലി വർക്കിംഗ് അല്ല, നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റാനുണ്ട്. കേബിൾ അസംബ്ലിയും ക്രൗണ് പിനിയൻ ആ സെറ്റും കൂടി നമ്മൾ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. നിലവിൽ മീറ്ററുമായി ബന്ധപ്പെട്ട് അതാണ് പ്രശ്നമുള്ളൂ, അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് വിട്ടേക്കാം കേട്ടോ. പിന്നെ ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. ഡിസ്ക് ബ്രേക്ക് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു കല്ലപ്പാണ് ബ്രേക്ക്. നമ്മളത് ഈ മുമ്പത്തെ സർവീസിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സർവീസിലാണ് ഡിസ്ക് നമ്മൾ അഴിച്ച് ചെയ്തതാണ്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മാസ്റ്റർ കിറ്റ് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ ബ്രേക്ക് ഒരു കല്ലപ്പ് പോലെ ആയിരിക്കും കാണിക്കുക, സ്മൂത്ത് ബ്രേക്കിങ് കിട്ടില്ല. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അഴിക്കണം. ഈ മാസ്റ്റർ യൂണിറ്റ് എന്തെങ്കിലും മാറ്റിയിടണം, കാരണം അത് ഒരു പ്രാവശ്യം കൂടുതൽ റിപ്പയർ ചെയ്യൽ നടക്കില്ല. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റിയിടണം. പിന്നെ ഈ അടിയിലേക്ക് വരുമ്പോൾ ഈ കാലിപ്പർ അസംബ്ലി അഴിച്ചിട്ട് അതിൻ്റെ പിസ്റ്റൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു പിടുത്തം കാണിക്കുന്നുണ്ട്, സൈഡ് ഇതൊക്കെ തുരുമ്പിട്ട പോലെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് അതിൻ്റെ പിസ്റ്റൺ സീല് മാറ്റി ഈ പിസ്റ്റണും കൂടി മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് സ്മൂത്ത് ആയിക്കോളും. പുതിയ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയായിരുന്നോ ആ രീതിയിലേക്ക് ആയിക്കോളും. തുടക്കം കുറച്ച് ബ്രേക്ക് കുറവായിരിക്കും, അത് നമ്മൾ കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് കയറി വന്നോളൂ കേട്ടോ. ബ്രേക്ക് പാഡ് കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്, നിസ്സാരം കൂടി ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്നു വരില്ല കേട്ടോ. ഈ ലൈനാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ടൈമിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ അതാണ് ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഓർമ്മയോടുകൂടി അത് കയറ്റാൻ നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ മറന്നുപോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കയറി പ്ലേറ്റുമ്പോൾ കയറി പിടിക്കുക, അതാണ് നിസ്സാരം കൂടി ഉള്ളൂ. വേണമെങ്കിൽ കൈയോടെ മാറ്റി കളയാതെ. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇരിക്കണ ബാറ്ററി 2024 ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും നമുക്ക് നിലവിൽ 9.30 ആ റേഞ്ച് വരെ വന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല. പക്ഷേ ബാറ്ററി ലോഡ് കൊടുക്കുമ്പോൾ വോൾട്ട് തീരെ താഴേക്ക് പോയി തുടങ്ങി കേട്ടോ. 8.5 വോൾട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലീറ്റ് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ നിലവിലത്തെ സ്റ്റേജ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. നമുക്കതിനകത്ത് ജനറൽ സർവീസിന് പുറമെ വന്നവർക്ക് ക്യാം ചെയിൻ മാറണം, ടൈമിങ് ചെയിൻ മാറണമൊക്കെ അഡീഷണൽ വന്ന വർക്കുകളാണ്. ഡിസ്ക് ബ്രേക്ക് അഴിച്ച് ചെയ്യണ, ഡിസ്ക് ബ്രേക്ക് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കണം, MC സബ് മാറ്റിയിട്ട്. അതൊക്കെ അഡീഷണൽ വന്ന വർക്കുകളാണ് കേട്ടോ. മീറ്റർ അസംബ്ലി മാറ്റാം, റിയർ കൗള് മൊത്തം പൊട്ടിയിരുന്നു, അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. അതൊക്കെ അഡീഷണൽ വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. നമുക്ക് ഏകദേശം എത്ര വരുമെന്നൊരു ധാരണ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആകാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ. എന്തായാലും കുറച്ച് വൈകിട്ടാണ് തീരുള്ളൂ. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.